ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ തൃശ്ശൂർ പൂരം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ പന്തൽ പണിയൊക്കെ കഴിഞ്ഞ് പൂരത്തിന് 2 ദിവസം മുന്നുള്ള കാഴ്ചയാണ്. സന്ധ്യാസമയമായിട്ടുണ്ട്, ഫുള്ള് ഇരുട്ടായിട്ടില്ല. ഈ പൂരത്തിന് മുന്നുള്ള ഒരാഴ്ച തൊട്ട് തന്നെ പോലീസുകാരൊക്കെ ഒരുപാട് പേര് തൃശ്ശൂർ മുഴുവൻ സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ വെടിക്കെട്ടിനുള്ള കുഴിയൊക്കെ കുത്തി എല്ലാം അറേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ തേക്കിൻകാട് മൈതാനത്ത്. പിന്നെ പൂരം ഒരുപാട് ആനയുടെ പൂരമാണല്ലോ, അതുകൊണ്ട് തന്നെ കുറേ ആനകളെ നിർത്തിയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കും അത് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ ആനകളെ കാണാനായിട്ട്. എല്ലാ ആനേനെയും കൂടിയിട്ട് ഒരു വലിയൊരു ഗ്രൗണ്ടിൽ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആനേനെ കാണുമ്പോൾ നമുക്ക് വളരെ കൗതുകമാണല്ലോ, എത്ര പ്രാവശ്യം കണ്ടു കഴിഞ്ഞാലും അത് വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരു കൗതുകം തോന്നുമല്ലോ. പക്ഷെ തൊട്ടടുത്തേക്ക് പോകാനായിട്ടുള്ളൊരു ഭയവുമുണ്ട്. ഈ സ്ഥലത്ത് കുറേ ആനകളെ പൂരത്തിന് മുന്നോടിയായിട്ട് കൊണ്ട് നിർത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറേ ആനപ്പാപ്പാന്മാരും ഉണ്ട്, ആളുകൾ കുറേ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവൻ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. നമ്മുടെ തൃശ്ശൂർ പൂരം ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ആനകളെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ കുറേ ആനകൾ ആ കൊണ്ട് നിർത്തിയിട്ടുള്ള സ്ഥലമൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് കുറേ ദൂരെ നിന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അത്യാവശ്യം തിരക്കും ഉണ്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ട് നീങ്ങി പോകേണ്ടി വരും. ഈ ആനയുടെ ഈ ഒരു സ്ഥലം കാണാനും അത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. കുളിപ്പിച്ചേക്കല്ലേ കട്ടപ്പനായിട്ട് മനുഷ്യന്മാർ കുത്തിമേട്ടിയും കൊല്ലുന്ന പോലെ ആന ചെയ്യില്ല. എപ്പോഴെല്ലാം ഒരിക്കലും ചെയ്യുന്നത്. വല്ലയിടത്ത് എറിയിട്ടത് കണ്ണണ്ട വല്ലയിടത്ത് എറിയത്.